الفائزين برضوان الله وعلى آله وأصحابه الفائزين برضوان الله. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا حبيب الله. قلت حيلتي أدركني يا حبيب الله. يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بحماك. يا سادات جئتك قاصدا والله يا خير الخلائق إن لي أحتمي بحماك قلبا مشوقا لا يروم سواك. والله يا خير الخلائق أنا طامع بالجود منك ولم يكن لأبي حنيفة في الأنام سواك. أنا طامع अपने महबूब को ये खुदा ने कहा तू जो चाहे तो क़िबला बदल जाएगा. जो है तेरी रज़ा वो है मेरी रज़ा. अपने महबूब സർവാദരണീയരായ സാദാത്തുക്കളെ, ആദരണീയരായ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, മുഹിബ്ബുകളെ, സഹോദരന്മാരെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ആശിഖുർ റസൂൽ الشيخ عبد القادر الكندور മുഹിബ്ബുകളുടെ റഹ്മത്തുള്ളാഹി അലൈഹി അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ആശിഖുർ റസൂൽ الشيخ عبد القادر الكندوري رحمة الله عليه الله جل جلاله നമ്മുടെ ഈ സദസ്സുകളുടെ സംഗമവുമെല്ലാം അല്ലാഹുവിങ്കൽ പൊരുത്തപ്പെടുന്ന അമലായി സ്വീകരിക്കുമാറാകട്ടെ. മഹാനരായ കുണ്ടൂർ ഉസ്താദ് അവർകൾ ജീവിച്ചു കാണിച്ചു തന്നതുപോലെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചും പ്രകീർത്തിച്ചും അവിടുത്തെ സ്നേഹവഴിയിൽ മുന്നോട്ടു പോകാനുള്ള തൗഫീഖ് അല്ലാഹു തആല നൽകുമാറാകട്ടെ. മഹാനായ ഇമാമെ അഹ്ലുസുന്ന അഹ്മദ് റിളാ ഖാൻ ഫാദിലെ ബറേൽവി അലൈഹി റഹ്മത്തു വർ-റിദ്വാൻ മഹാനവറുകളുടെ ഉറുസ് റസ്വി യുപിയിലെ ബറേലി ഷരീഫിൽ 3-4 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രകീർത്തന പരമ്പരകളോടെയാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ സംഗമവേദിയായി എല്ലാ വർഷവും നടന്നുകൊണ്ടിരിക്കുന്നത്. മഹാനവറുകളുടെ ഉറുസ് റസ്വിയിലേക്ക് ജനങ്ങൾ എത്തിച്ചേരുന്നത് ഇമാം അഹ്മദ് റിളാ ഖാൻ തങ്ങൾ ഉയർത്തിയ വൈജ്ഞാനിക വിപ്ലവത്തെക്കാളും ദൈക്ഷണിക മുന്നേറ്റത്തെക്കാളും
ഏറെ വരുന്ന രചനകളുടെ സാന്നിധ്യത്തെക്കാളും മഹാനവറുകൾ ഉയർത്തിപ്പിടിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹത്തെ നിമിത്തമായി സ്വീകരിച്ചുകൊണ്ടാണ് ലക്ഷക്കണക്കിന് വിശ്വാസികൾ അവിടെ എത്തിച്ചേരുന്നത്. അതുപോലെ കൊണ്ടൂർ ഉസ്താദ് അവറുകളുടെ സന്നിധാനത്തിലേക്ക് അണമുറിയാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പരസഹസ്രങ്ങൾ എത്തിച്ചേരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹാനവറുകൾ പുലർത്തിയ സ്നേഹത്തിന്റെയും അനുരാഗത്തിന്റെയും അവിടുന്ന് ജീവിച്ചു കാണിച്ചു തന്ന നബിസ്നേഹപൂർണമായ ജീവിതത്തിന്റെയും ആത്മീകമായ കാരണങ്ങളെയും നിമിത്തങ്ങളെയും മുന്നിൽ വെച്ചുകൊണ്ടാണ് ഓരോ വർഷത്തെയും സമാപന സദസ്സുകൾ അല്ലെങ്കിൽ ഉറൂസ് മുഴുവനും വിവിധങ്ങളായ രീതികളിൽ പ്രകീർത്തനങ്ങളുടെയും സ്നേഹപ്രഭാഷണങ്ങളുടെയും അന്താരാഷ്ട്രതലത്തിൽ വരെ അറിയപ്പെടുന്ന ആളുകളുടെ നബികീർത്തന സദസ്സുകളുടെയും നിറഞ്ഞ സാന്നിധ്യത്തോടെയാണ്. അൽഹംദുലില്ലാഹ്, ഈ വർഷവും നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് ആഗോളതലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹുബ്ബുർ റസൂൽ സമ്മേളനങ്ങളെ സംബോധന ചെയ്യുന്ന റബീഉൽ അവ്വലിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയും പിന്നെയും ലക്ഷങ്ങൾ വരെ സംബന്ധിക്കുന്ന മദ്ഹുൻ നബി സംഗമങ്ങളുടെ അമരക്കാരനും ആത്മീയ സാരഥ്യവും അറിവിന്റെ സാക്ഷ്യവും എല്ലാമായ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകളുടെ ഉപദേശങ്ങളോടെയാണ് ആധികാരികമായി ഈ സദസ്സ് സജ്ജമാവുകയും സംഘടിക്കുകയും ചെയ്യുന്നത്. അല്ലാഹു ജല്ല ജലാലുഹു മഹാനരായ ഉസ്താദ് അവറുകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി നമുക്ക് റഹ്മത്ത് ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഐഡന്റിറ്റി ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്കർഹനില്ല എന്നതാണ്. ഇസ്ലാമിന്റെ മൗലികമായ അടിത്തറ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്കർഹനില്ല എന്നു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇത് നമ്മുടെ വാദവും, എന്നാൽ ഈ ആശയത്തിന്റെ പ്രമാണം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അടിസ്ഥാനപരമായ വിശ്വാസത്തിന്റെ തെളിവെന്താണ്? ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ദിക്കുമുക്കുകളും അല്ലാഹുവിന്റെ സാന്നിധ്യത്തെ വിളിച്ചു പറയുന്നു എന്നത് ഒരു വസ്തുതയാണ്. പക്ഷേ ഒരു ശില്പത്തിൽ നിന്ന് ഒരു ശില്പിയെക്കുറിച്ച് എല്ലാ വിവരങ്ങളും ലഭിക്കുകയില്ല. ഒരു നിർമ്മിതിയിൽ നിന്ന്
നിർമ്മാതാവിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ലഭിക്കുകയില്ല. അതുപോലെ ഈ ലോകമാകുന്ന സൃഷ്ടിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സൃഷ്ടിജാലങ്ങളിൽ നിന്ന് സ്രഷ്ടാവിന്റെ എല്ലാ വിശേഷണങ്ങളെയും വായിച്ചെടുക്കാൻ കഴിയില്ല. ആ സ്രഷ്ടാവുമായി സ്വകാര്യ ബന്ധവും പരിചയവുമുള്ള ഒരാളിൽ നിന്ന് അടിസ്ഥാനപരമായി പല വിവരങ്ങളിൽ ലഭിച്ചെങ്കിലേ അത് പൂർണ്ണമാവുകയുള്ളൂ. അതുപോലെ ഈ ലോകത്ത് നിന്ന് അള്ളാഹുവിന്റെ സാന്നിധ്യത്തെ വായിച്ചെടുക്കാനുള്ള തെളിവുകൾ ഏറെയുണ്ടെങ്കിലും അള്ളാഹുവിനെക്കുറിച്ചുള്ള ആധികാരികമായ അടിസ്ഥാന വിവരങ്ങൾ മുഴുവൻ ലഭിക്കണമെങ്കിൽ അവനോട് ബന്ധമുള്ള വിവരിച്ചു തരാൻ അധികാരമുള്ള ഒരു വ്യക്തി ഉണ്ടാകണം. അങ്ങനെ അല്ലാഹുവുമായി ബന്ധമുള്ള വ്യക്തികളാണ് മഹാന്മാരായ പ്രവാചകന്മാർ. ആ പ്രവാചക ശ്രേഷ്ഠന്മാരുടെ അവസാനത്തെ കണ്ണിയും എല്ലാവരുടെയും നേതാവുമാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങളിലുള്ള വിശ്വാസം നമ്മുടെ അടിസ്ഥാനപരമായ തൗഹീദെ കാണുകയും നമ്മുടെ വാദവും നമ്മുടെ വിശ്വാസവും ആകുമ്പോൾ മുഹമ്മദുർ റസൂലുള്ളാഹി എന്നത് ആ വിശ്വാസത്തിന്റെ പ്രമാണവും അതിനുള്ള തെളിവുമായി അനുബന്ധമായി വായിക്കുകയാണ്. ഇത് രണ്ടും ഒരാൾ മനസ്സിൽ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുമ്പോഴാണ് ഒരാളുടെ വിശ്വാസം സമ്പൂർണ്ണമാകുന്നത്. ഒരാളുടെ ഇസ്ലാമിക പ്രവേശം സത്യസന്ധമാകുന്നത്, ഒരാളുടെ ഇസ്ലാമിക ആശ്ലേഷം ആധികാരികമായി അടയാളപ്പെടുത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ് എന്ന് ചോദിച്ചാൽ അവിടുത്തെ ഏറ്റവും വലിയ പദവി റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂലാണ് എന്നതാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തെ മുഴുവനും നന്മയുടെയും നീതിയും ചുരുടയും മുഴുവൻ നന്മകളുടെയും പ്രായോഗികമായ അവതരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. കഴിഞ്ഞുപോയ മുഴുവൻ പ്രവാചകന്മാരും അവരുടെ കാലത്തിന് ശേഷമുള്ള ഒരു നബിയെയും ഞങ്ങൾ നിശ്ചിതമായ ഒരു കാലത്തേക്ക് മാത്രം ഉള്ളവരാണ് എന്ന് അറിയിക്കുകയും ചെയ്തുകൊണ്ടാണ് കടന്നുപോയത്. അവരെല്ലാവരും പറഞ്ഞു, ഞങ്ങളുടെ കാലത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയുക്തരായാൽ ആ നബിയെ അംഗീകരിക്കലാണ് നിങ്ങൾ വേണ്ടത്. ഇത് പറയാതെ ഒരു നബിയും കടന്നുപോയില്ല. ആദം നബി അലൈഹിസ്സലാം മുതൽ ഈസാ അലൈഹിസ്സലാം വരെയുള്ള എല്ലാ പ്രവാചകന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നറിയിപ്പ് നൽകി. എല്ലാ പ്രവാചകന്മാരും നിശ്ചിതമായ ഒരു ദേശത്തേക്ക്, നിർണിതമായ ഒരു കാലത്തേക്ക്, അടയാളപ്പെടുത്തപ്പെട്ട ഒരു പ്രവിശ്യയിലേക്ക് മാത്രം നിയോഗിക്കപ്പെട്ടവരായിരുന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയല്ല.
ലോകമാകമാനമുള്ള മാനവികതയ്ക്ക് മാർഗദർശനമാണ്. ഉലകത്തിന് മുഴുവനും വെളിച്ചം നൽകുവാനുള്ള പ്രഭാകേന്ദ്രമാണ്. ലോകത്തിന് മുഴുവനും ഹിദായത്തിലേക്കുള്ള വിളക്കുമാടമാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ലോകം നൽകേണ്ട കടമകളും കടപ്പാടുകളും എണ്ണിപ്പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രാധാന്യം നൽകിയത് ഒരു നിയമജ്ഞനെ അനുസരിക്കുന്നത് പോലെ അനുസരിക്കാനല്ല, ഒരു ഭരണാധികാരിയെ സ്വീകരിച്ചതുപോലെ സ്വീകരിക്കാനല്ല, ഒരു രാഷ്ട്രീയ വിപ്ലവകാരിയെ അംഗീകരിച്ചതുപോലെ അംഗീകരിക്കാനല്ല, ഒരു സമുദ്ധാര വിപ്ലവത്തിന്റെ അമരത്തു നിൽക്കുന്ന നേതാവിനെ അംഗീകരിച്ചതുപോലെ അംഗീകരിക്കാനല്ല, താൽക്കാലികമായ ഒരു വിപ്ലവത്തിന്റെ നായകരെ ഏറ്റുവാങ്ങിയതുപോലെ ഏറ്റുവാങ്ങാനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാം സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യേണ്ടത് എല്ലാത്തിലും ഉപരി നമ്മുടെ ഹൃദയം കൊണ്ടാകണം എന്നതാണ് ഇസ്ലാമിന്റെ അടിത്തറ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോളം ഉന്നതമായ ഒരു വ്യക്തിയെയോ ഒരു ശക്തിയെയോ ഒരു പ്രതിഭാസത്തെയോ ലോകത്ത് പടച്ചിട്ടില്ല. ലോകത്തുള്ള എല്ലാത്തിനേക്കാളും മഹത്വം നൽകിയത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. വഅഫ്ളലുൽ ഖൽഖി അലൽ ഇത്ലാഖി, നിരുപാധികമായി സൃഷ്ടികളിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠർ, ഏറ്റവും ശ്രേഷ്ഠമായ വസ്തുവും വ്യക്തിയും എല്ലാം നോക്കിയാൽ നബിയുനാ ഫമിൽ അനി ശഖാഖി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. തർക്കവിതർക്കങ്ങളുടെ ആവശ്യമില്ല, ഗണ്ണന മണ്ഡലങ്ങളുടെ വേദിയല്ല, മറ്റേതെങ്കിലും അഭിപ്രായാന്തരങ്ങളുടെ ആവശ്യമില്ല. അല്ലാഹു തആല ഏറ്റവും ഉന്നതമായി പടച്ചത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്താനും അറിയിച്ചു തരാനും വിശേഷങ്ങളെ പറയാനും ഒരിക്കലും അസ്തമിക്കാത്ത പ്രമേയമായി പ്രമാണമായി പരിശുദ്ധമായ ഖുർആനിനെ നൽകുകയാണ്. ലോകത്തൊരുപാട് രചനകളുണ്ടാകാം, രചയിതാക്കളുണ്ടാകാം. ആ രചനകൾക്കും രചയിതാക്കൾക്കുമെല്ലാം ന്യൂനതകളുണ്ടാകാം. അതേ സമയത്ത് അന്യൂനമായ അള്ളാഹുവിന്റെ കലാം പരിശുദ്ധമായ ഖുർആനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സർവ്വവിധേനയും പരിചയപ്പെടുത്തി തരുന്നത്. സീറത്ത് ബി ഖുർആൻ അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രവും ചിത്രവും ഖുർആനികമാണ്. ഇതാണ് അവിടുത്തെ ഏറ്റവും വലിയ ആധികാരികമായ റഫറൻസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാനുള്ള ഏറ്റവും ആധികാരികമായ റഫറൻസ് പരിശുദ്ധമായ ഖുർആനാണ്. അതാണ് മഹാന്മാര് പറയുന്നത്, അഖില്ലായ മയ്യുഹ്സി മദീഹ മുഹമ്മദി ഫഫീ മദിഹി കുതുബുൻ മിനല്ലാഹി തുഖറഊ. ആർക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനങ്ങളെ ക്ലിപ്തപ്പെടുത്താനാവുക? ആർക്കാണ് ഹബീബിന്റെ അപദാനങ്ങളെ നിഷ്ഠപ്പെടുത്താനാവുക? ആർക്കും സാധ്യമല്ല. കാരണം ഒരിക്കലും അവസാനിക്കാത്ത പ്രമേയമായ അല്ലെങ്കിൽ ഏറ്റവും ആധികാരികമായ കലാം പരിശുദ്ധമായ ഖുർആൻ അടിമുടിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയിക്കുകയാണ്. മറ്റെല്ലാ ഗ്രന്ഥങ്ങളും രചയിതാക്കളും അസ്തമിച്ചാലും നിഷ്പ്രഭമായാലും ഒരിക്കലും നിഷ്പ്രഭമാകാത്ത കലാമുല്ലാഹിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തുന്നത്. കേവലമായ ഒരു പ്രാഥമികമായ പരിചയമല്ല ഖുർആൻ നൽകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദേശത്തെ, അവിടുത്തെ ഭാവത്തെ, അവിടുത്തെ ആംഗ്യങ്ങളെ,
ശാരീരിക സൗന്ദര്യത്തെ, അവിടുത്തെ കുലീനതയെ, ജന്മദേശത്തിന്റെ മഹാത്മ്യത്തെ, അങ്ങനെ തിരുനബിയുമായി ബന്ധപ്പെട്ടത് എന്തൊക്കെയുണ്ടോ അതിനെയെല്ലാം ആധികാരികമായി ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. അൽ ബലദുൽ അമീൻ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മനാട്ടിന്റെ മഹത്വത്തെ പറയുകയാണ്. അൽ ബലദുൽ അമീൻ, അൽ അമീനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മനാടിനെ മുന്നിൽ വെച്ച് സത്യം പറഞ്ഞുകൊണ്ട്, സത്യം ചെയ്തുകൊണ്ട് ഖുർആൻ നമ്മളോട് സംബോധന നടത്തുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നോട്ടത്തെ, ആംഗ്യത്തെ, ഇടപാടുകളെ, ഇടപെടലുകളെ, കാര്യനിർവഹണങ്ങളെ, തീരുമാനങ്ങളെ, നീതിപ്രഖ്യാപനങ്ങളെ, വിധിപ്രഖ്യാപനങ്ങളെ, ഇതിനെയെല്ലാം പരിശുദ്ധമായ ഖുർആൻ എണ്ണിപ്പറയുന്നുണ്ട്. എല്ലാത്തിലേക്കും കടക്കാനുള്ള സാവധാനമില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉച്ചാരണങ്ങളെയും പ്രസ്താവനകളെയും പരിശുദ്ധവൽക്കരിച്ചുകൊണ്ട് ഖുർആൻ പറയുന്നത് വമാ യന്തിഖു അനിൽ ഹവാ, സ്വേച്ഛപ്രകാരമായി എന്തെങ്കിലും വിളിച്ചു പറയുകയോ മൊഴിയുകയോ ചെയ്യുന്നവരല്ല. എല്ലാം അല്ലാഹുവിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് അവിടുത്തെ പ്രസ്താവനകൾ. അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രസ്താവനകളുടെ ആധികാരികതയും സ്വീകാര്യതയും പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അവിടുത്തെ അറിവിന്റെ ആധികാരികതയെ പറയാൻ അല്ലമഹു ശദീദുൽ ഖുവാ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറിവിന്റെ സ്രോതസ്സിനെയും ആധികാരികതയും വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. അവിടുത്തെ നോട്ടത്തെ പ്രകീർത്തിച്ചുകൊണ്ട് പറയുന്നത് മാ സാഗൽ ബസറു വമാ തഗാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് മാ കദബൽ ഫുആദു മാ റആ. പ്രിയമുള്ളവരെ, ഇങ്ങനെ എണ്ണിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവിധങ്ങളായ ഭാവങ്ങളെയും വൈയക്തികമായ വിശേഷങ്ങളെയും സാമൂഹികമായ ഇടപെടലുകളെയും പ്രതിസന്ധി ഘട്ടങ്ങളിലുള്ള തീരുമാനങ്ങളെയുമെല്ലാം വിശുദ്ധമായ ഖുർആൻ പ്രകീർത്തനപൂർവ്വം മഹത്വവൽക്കരിച്ചുകൊണ്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയുക, വായിക്കുക, പഠിക്കുക, മനസ്സിലാക്കുക എന്നതിലെല്ലാം ഉപരിയായി അല്ലാഹു തആല നമ്മളോട് പറയുന്നത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ സാധ്യമാകേണ്ട മാറ്റത്തിന്റെയും സ്ഥിരപ്പെടുത്തപ്പെടേണ്ട സിദ്ധാന്തങ്ങളുടെയും പ്രയോഗവൽക്കരിക്കപ്പെടേണ്ട ആശയങ്ങളുടെയും മഹനീയമായ തലങ്ങൾക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ട് പരിശുദ്ധമായ ഇസ്ലാം പറയുന്നത് ഹബീബായ നബി തങ്ങളെ നിങ്ങൾ ഏറ്റെടുക്കേണ്ടത് വീട്ടിലെ ആൾത്താരയിൽ സ്ഥാപിച്ച ഒരു ചിത്രത്തിലൂടെയല്ല, തെരുവിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു പ്രതിമയിലൂടെയല്ല, വീട്ടിൽ സമ്പൂജ്യമായി വച്ചിരിക്കുന്ന ഒരു ചിത്രത്തിലൂടെയല്ല, കീശയിൽ കൊണ്ടു നടക്കുന്ന ഒരു ഫോട്ടോയിലൂടെയല്ല, നഗരമധ്യങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള പ്രതിഷ്ഠകളിലൂടെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ ഏറ്റെടുക്കേണ്ടത് സർവാത്മന നിങ്ങളുടെ ഹൃദയം കൊണ്ടാണ്. കഹാ ജാതാ ഹെ രഹത്തെ ഹെ ദൂലാ ഫഖത് മദീനെ മേ ഗലത് ഹെ രഹത്തെ ഹെ വോ ആശിഖോൻ കെ സീനെ മേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിക്കുന്നത് കേവലമായി മദീനയിലാണ് എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം വിശ്വാസികളുടെ ഹൃദയത്തിലാണ്. അനന്തമായ സ്നേഹത്തിന്റെ അവസാനിക്കാത്ത പ്രഭാവത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിക്കുന്നത് ലോകത്തുള്ള വിശ്വാസികളുടെ ഹൃത്തടങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ എനിക്കും നിങ്ങൾക്കും ഹബീബിനോടുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ ഭൗതികമായ എന്തെങ്കിലും താൽക്കാലികമായ ബന്ധമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എനിക്കും നിങ്ങൾക്കുമുള്ള ബന്ധം നമുക്ക് നമ്മളോടുള്ളതിനേക്കാൾ വലിയ ബന്ധമാണ്. ഓരോരുത്തർക്കും അവരവരോടുള്ളതിനേക്കാൾ വലിയ ബന്ധമാണ്. നമ്മളെല്ലാവരും അന്വേഷണത്തിന്റെ അടിത്തട്ടിൽ, ഇടപെടലുകളുടെ അവസാനം എല്ലാവരും സ്വാർത്ഥമതികളാണ്. അവരെക്കാൾ കൂടുതൽ ആരെയും ഇഷ്ടപ്പെടാത്തവരാണ്. അതാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ പ്രകൃതി അല്ലാഹു തആല സംവിധാനിച്ചിട്ടുള്ളത്. എന്നാൽ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ
സ്നേഹിക്കേണ്ട ഒരു വ്യക്തിപ്രഭാവമുണ്ട്. അതാരാണ്? അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാത്തുഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾക്ക് നിങ്ങളോടുള്ളതിനേക്കാൾ വലിയ ബന്ധത്തിന്റെ ഉടമയാണ്. നിങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹത്തെക്കാൾ വലിയ സ്നേഹം നൽകപ്പെടേണ്ട നേതാവാണ്. ലോകത്തിന്റെ മുഴുവനും നായകർ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. ഈ മഹനീയമായ നഗരിയിൽ നിന്നുയരുന്ന സ്വലാത്തിന്റെ വീതികൾ മദീനയിൽ ചെന്ന് ലോകഗുരുവിന്റെ ഉമ്മരത്ത് മർമ്മരമുയർത്തുമ്പോൾ അവിടുന്ന് വരുന്ന ഒരു ഏറ്റവും വലിയ പ്രതീക്ഷ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം അവിടുത്തോടുള്ള ഏറ്റവും വലിയ ആത്മീയമായ അനുരാഗമാണ് മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് നിർഭവിക്കുന്ന സ്നേഹത്തിൽ നിന്ന് ഉയരുന്ന സ്വലാത്തിന്റെ വീതികൾ മദീനയിലേക്ക് ചെന്നു ചേരുമ്പോൾ മദീനയിലേക്ക് വളർന്നുയരുന്ന സ്വലാത്തുകൾ മുഴുവനും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയുകയാണ്. ആ സ്വലാത്തിന് ഹബീബ് സ്വീകാര്യത നൽകുകയാണ്. സലാമുകൾ ഇവിടെ കേൾക്കുകയാണ്. സലാം ഇങ്ങോട്ട് മടക്കുകയാണ്. മാ മിൻ അഹദി യുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു ഇലയ്യ റൂഹി. ആരാണോ എനിക്കുമേൽ സലാം ചൊല്ലുന്നത് ആ സലാം എന്നിലേക്ക് എത്തിക്കപ്പെടുകയാണ്. ഞാൻ അറിയുകയാണ്, സലാം മടക്കുകയാണ്. എല്ലാവരുടെയും സലാം അറിഞ്ഞുകൊണ്ട് മടക്കുന്ന നേതാവ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളാണ്. ആ തങ്ങളോട് നമുക്കുണ്ടാകേണ്ട സ്നേഹമോ അത് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നമ്മളോടുള്ളതിനേക്കാൾ വലിയ സ്നേഹമാണ് വേണ്ടത്. റഹ്മത്തുൽ ലിൽ ആലമീൻ ഖായിദുൽ ഗുർരിൽ മുഹജ്ജലീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. സ്വഹാബത്തിന്റെ മുഴുവൻ മഹത്വങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹത്തിൽ നിന്ന് വരുന്നതാണ്. അവരുടെ സ്ഥാനമാനങ്ങളുടെയും പദവികളുടെയും മുഴുവനും കാരണം ഹബീബിലേക്കുള്ള അദമ്യമായ അനുരാഗമാണ്. അവസാനിക്കാത്ത ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് വളർന്നു വരുന്ന സ്നേഹോപഹാരങ്ങളാണ് സ്വഹാബത്തിനെ ഉന്നതിയിലേക്ക് എത്തിച്ചതെങ്കിൽ എന്റെയും നിങ്ങളുടെയും വിജയത്തിന്റെ ഏറ്റവും വലിയ നിദാനമാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹമാണ്. അതുകൊണ്ട് നമുക്ക് വരാം ഇലാ മദീനത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലേക്ക് വളർന്നുയരുന്ന മഹനീയമായ സ്വലാത്തിന്റെ വീതികളിലൂടെയാണ്, സ്നേഹത്തിന്റെ പ്രകാശനങ്ങളിലൂടെയാണ് എന്റെയും നിങ്ങളുടെയും വിജയമിരിക്കുന്നത്. യാ ഇലാഹി ഹർ ജഗാ തേരി അതാ കാ സാത്ത് ഹോ जब परे मुश्किल से मुश्किल कुशा का साथ हो. या इलाही भूल जाए नाज की तकलीफ को शादी दीदार हुस्ने मुस्तफा का साथ हो. या इलाही और तेरा की जब आए सख्त रात उनके प्यारे मुँह की सुबह जाफिजा का साथ हो. या इलाही जब परे महशर में शोरे दारोगीर अमन देने वाले प्यारे पेशवा का साथ हो. या इलाही जब ज़बाने
बाहराए प्यास से साहिबे कौसर से जो दो अता का साथ हो എവിടെയും നിറഞ്ഞു നിൽക്കുന്നത് കരുണയുടെ അരുണവർഷമായ പുണ്യപ്രവാചകരുടെ പ്രഭാവത്തിന്റെ കണങ്ങളാണ്. എവിടെയും നിറഞ്ഞു നിൽക്കുന്നത് ലോകഗുരുവായ പുണ്യനിബിതങ്ങളുടെ ഔദാര്യത്തിന്റെ ആരാമത്തിൽ നിന്ന് വിരിഞ്ഞ മഹനീയമായ കുസുമങ്ങളുടെ നറുമണമാണ്, ശോഭയാണ്. എവിടെ ചെന്നാലും വിജയത്തിന്റെ കവാടങ്ങൾ ഒരുക്കിയിരിക്കുന്നത് മദീനയിൽ നിന്നുള്ള പ്രകാശനങ്ങളാണ്. ഈ ഭൗമികമായ ജീവിതത്തിന്റെ ക്ഷേമക്ഷാമ സമ്മിശ്രതകൾക്കിടയിൽ നിന്ന് മനസ്സമാധാനത്തിന്റെ കേന്ദ്രം എവിടെയാണ്? മദീനത്തു റസൂലില്ലാഹ്. मैं मदीने चला, मैं मदीने चला, फिर करम हो गया, मैं मदीने चला, मेरे गंदे कदम और उनका हरम लाज रखना खुदा, मैं मदीने चला. ഞാൻ പോവുകയാണ് മദീനയിലേക്ക്. കാരണം എന്റെ അനുരാഗത്തിന്റെ ആത്മാന്തരങ്ങളിൽ നിന്ന് പ്രഭവിക്കുന്ന സ്നേഹത്തിന്റെ കണങ്ങൾ മുഴുവനും കൊതിക്കുന്നത് ഈ യസ്രിബിന്റെ പഴയകാലത്ത് വിളിച്ചിരുന്ന, അന്ന് ജാഹിലിയ്യ ജനങ്ങൾ വിളിച്ച ഈ യസ്രിബിനെ മദീനയാക്കി മാറ്റിമറിച്ച മഹനീയമായ വിശ്വസാന്നിധ്യത്തിന്റെ സാക്ഷ്യമായ റഹ്മത്തുൽ ലിൽ ആലമീൻ قائد الغر المحجلين محمد رسول الله صلى الله عليه وآله وأصحابه وسلم തങ്ങളുടെ അനുരാഗത്തിന്റെ അലമാലകളാണ്, ആത്മസാക്ഷിത്വത്തിന്റെ പ്രതിധ്വാനങ്ങളാണ്. എന്റെയും നിങ്ങളുടെയും ഹൃദയം മുഴുവനും കൊതിക്കുന്നത് അത് മദീനയിലേക്ക് ചേരാനാണ്. ജമീൻ മേ ഓ മുഹമ്മദ് ഹേ വഅഹ്മദ് ആസ്മാനോं में, जमीन में वो मुहम्मद है वअहमद आसमानों में, मदीना राजधानी है, दो आलम पर हुकूमत है. ഭൂമി ലോകത്ത് മുഹമ്മദ്